ഹായ് ഹായ് ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നൊരു ചിക്കൻ കറി വെക്കുന്നത് പരിചയപ്പെടുത്താണ് എല്ലാവർക്കും. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി. അപ്പം നമ്മൾ തക്കാളി, സവാള, പച്ചമുളക് എല്ലാം എണ്ണയിൽ വാട്ടിയിട്ട് അതിനകത്തേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയായിട്ട് പച്ച ഒന്ന് മാറുന്നിടം വരെ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചിക്കൻ കറിക്കകത്തോട്ട് നമ്മൾ തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ട്. തേങ്ങ മാത്രം അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ മസാലകൾ ഇടാൻ പോവാണ്. മസാലകളെന്ന് പറഞ്ഞാൽ നല്ല മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഇപ്പോൾ ഇത്രയും സാധനങ്ങളോട് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഇത് എല്ലാം കൂടി മിക്സ് ചെയ്യും. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്നൊരു ചിക്കൻ കുറുമയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ചിക്കൻ ഇടാൻ പോവാണ്. ഇപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചിക്കൻ പരിപാടി ഒന്നുമില്ല, ചിക്കൻ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ജീരകപ്പൊടിയും കൂടിയാണ് ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയുള്ള ഇതിൻ്റെ ചേരുവകൾ. ഇനി നമുക്കൊരു 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ എന്ന് പറഞ്ഞാൽ സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി നമ്മൾ ആദ്യം എന്നിട്ട് എണ്ണയ്ക്കകത്തിട്ട് നല്ലപോലെ വാട്ടിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ് ചേർക്കുക. അതിനുശേഷം നമ്മൾ ഒരു കിലോ ചിക്കൻ്റെ കണക്കാണെങ്കിൽ ഒരു അരമുറി തേങ്ങ, നാട്ടിലാണെങ്കിൽ അരമുറി തേങ്ങ നമ്മൾ അരച്ച് ചേർക്കുക. അതിനുശേഷം നമ്മൾ ചിക്കൻ ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് പെരുംജീരക പൊടിയും കൂടി ചേർത്ത് നമ്മൾ നല്ലപോലെ മിക്സ് ആക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ പരുവം. അപ്പോൾ അതുവരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. ശേഷം ഉപ്പിടാൻ മറക്കരുത്. എല്ലാവരും ഉപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം, ഉപ്പിടാൻ മറക്കരുത്. ഞാനതിൻ്റെ ഉപ്പിൻ്റെ കാര്യം ഇതിനകത്ത് ആദ്യം പറഞ്ഞിട്ടില്ല, ഉപ്പിടാൻ മറക്കരുത്. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിരിക്കും. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ചിക്കൻ കറി ഇതോടെ റെഡിയായി കഴിഞ്ഞു. ഇത്രയേ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ കുറുമയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ലൈക്ക് അടിക്കുക, എൻ്റെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു ചിക്കൻ കുറുമയാണിത്. ഏകദേശം ഒരു നാട്ടിലെ കോഴി, ഇവിടെ സൗദി അറേബ്യയിൽ ബ്രോയിലർ കോഴിയാണ്. ഏകദേശം എല്ലാം കൂടി ഒരു അരമണിക്കൂർ മതി. പക്ഷെ നാട്ടിലെ കോഴി, നാടൻ കോഴിയാണെങ്കിൽ ടൈം വീണ്ടും എടുക്കും. നാടൻ കോഴിയുടെ റെസിപ്പി ഞാൻ എങ്ങനെ വെക്കുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഓക്കെ മൈ ആൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും വലിയൊരു ഗുഡ് മോർണിംഗ് നേർന്നുകൊണ്ട് നമ്മുടെ വീഡിയോ ലൈറ്റപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.